പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്നു. യുദ്ധം ഉടൻ അവസാനിക്കില്ലെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകുകയാണ് ഇറാൻ. തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ സമാനമായ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ഭഗായി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അൽ ജസീറയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ സമാനമായ രീതിയിൽ പ്രതികരിക്കുമെന്ന് തങ്ങളുടെ സായുധ സേന വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് ഇസ്മായിൽ ഭഗായി പറഞ്ഞത്. അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ളതോ അവരുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധമുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളെയും സായുധ സേന ലക്ഷ്യമിടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇറാനോടുള്ള ആക്രമണങ്ങൾക്ക് സഹായകരമാകുന്ന ഏത് സൗകര്യങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. നിലവിലെ സംഘർഷം അവസാനിപ്പിക്കാനും തന്ത്രപരമായ ഹോർമൂസ് കടലിടുക്ക് തുറക്കാനും വാഷിംഗ്ടണുമായി കരാറിലെത്താൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന ട്രംപിന്റെ ഭീഷണിക്കാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മറുപടി നൽകിയത്. ആക്സിയോസ് മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ കരാറിലെത്താൻ വലിയ സാധ്യതയുണ്ടെന്നും എന്നാൽ അതിന് തയ്യാറായില്ലെങ്കിൽ അവിടെയുള്ളതെല്ലാം തകർക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അനുവദിച്ച സമയപരിധി അവസാനിക്കുന്ന മുമ്പ് ഒരു കരാറിലെത്താൻ കഴിഞ്ഞേക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇതിന് തൊട്ടുമുമ്പ് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയും ട്രംപ് കടുത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇറാന്റെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിടുമെന്നായിരുന്നു ഭീഷണി. ഒരു കരാർ ഉണ്ടാക്കാനോ കടലിടുക്ക് തുറക്കാനോ നൽകിയ സമയപരിധിയെക്കുറിച്ച് ടെഹ്റാൻ ഓർമ്മിപ്പിച്ച ട്രംപ് ഇറാന്റെ ഊർജ്ജ സിവിൽ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർക്കുന്ന ദിവസമായിരിക്കും ചൊവ്വാഴ്ചയെന്നും കുറിച്ചു. ചൊവ്വാഴ്ച ഇറാനിലെ പവർ പ്ലാന്റ് ദിനവും പാലം ദിനവും ഒന്നിച്ചു ചേരുന്ന ദിവസമായിരിക്കുമെന്നും ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പോസ്റ്റിൽ പറഞ്ഞു. ഒരു കരാറിലെത്താനോ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനോ ഇറാന് 48 മണിക്കൂർ സമയമുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു. ഇറാനിലെ ഏറ്റവും വലിയ പാലം തകർത്തതായി ട്രംപ് വ്യാഴാഴ്ച പ്രസ്താവിച്ചിരുന്നു. സമയം വൈകുന്നതിന് മുമ്പ് ഒരു കരാറിലെത്താൻ ടെഹ്റാനോട് അദ്ദേഹം കർശനമായി ആവശ്യപ്പെടുകയും ചെയ്തു. ഇറാനിലെ ഏറ്റവും വലിയ പാലം തകർന്നു വീഴുകയാണെന്നും എല്ലാം അവസാനിക്കുന്നതിന് മുമ്പ് ഇറാൻ ഒരു കരാറിൽ എത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൂടാതെ ഇറാന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി ട്രംപ് പറഞ്ഞു. ഇറാനിലെ ഏറ്റവും വലിയ പാലം തകർത്തതായി ട്രംപ് വ്യാഴാഴ്ച പ്രസ്താവിക്കുകയായിരുന്നു. സമയം വൈകുന്നതിന് മുമ്പ് ഒരു കരാറിലെത്തണം. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.